ജൂലൈ 11 വിശുദ്ധ ബെനഡിക്ട്. പാശ്ചാത്യ സന്യാസത്തിന്റെ പിതാവ് എന്ന നിലയിലുള്ള അദ്ദേഹത്തിന്റെ ചരിത്രപരമായ പങ്കിന് വിശുദ്ധ ബെനഡിക്ട് യൂറോപ്പിന്റെ സഹരക്ഷാധികാരിയായി പ്രഖ്യാപിക്കപ്പെട്ടു. 480 ജനിച്ച് ബെനഡിക്ട് മാനവിക വിഷയങ്ങൾ പഠിക്കാൻ റോമിലേക്ക് പോയെങ്കിലും വിദ്യാർത്ഥികൾക്കിടയിൽ നിലനിന്നിരുന്ന അയഞ്ഞ ധാർമ്മികത അദ്ദേഹത്തെ അവിടെ നിന്ന് പിന്മാറാൻ ഇടയാക്കി. ഒരു കൂട്ടം സന്യാസിമാരോടൊപ്പം കുറച്ചുകാലം താമസിച്ചു. സന്യാസിയായി പ്രാർത്ഥനയിലൂടെയും തപസ്സിലൂടെയും കഠിനമായ പ്രലോഭനങ്ങളെ നേരിട്ടും അതിജീവിച്ചു. ആ യുവാവ് ഏകാന്തതയിൽ 3 വർഷം ചെലവഴിച്ചു. അതിനുശേഷമാണ് സന്യാസ സമൂഹങ്ങളുടെ സംഘാടകനായി ഉയർന്നുവരാനുള്ള ആത്മവിശ്വാസം അദ്ദേഹത്തിനുണ്ടായത്. സുബിയോക്കിയയിലെ ബെനഡിക്റ്റിന്റെ ആശ്രമങ്ങൾ കുട്ടികളുടെ വിദ്യാഭ്യാസ കേന്ദ്രങ്ങളായി മാറി. പ്രാർത്ഥന, ജോലി, ലാളിത്യം, ആതിഥ്യമര്യാദ എന്നിവയ്ക്ക് ഊന്നൽ നൽകുന്ന പ്രസിദ്ധമായ വിശുദ്ധ ബെനഡിക്റ്റിന്റെ ഭരണം എന്ന ജീവിത നിയമം മഠാധിപതി രൂപപ്പെടുത്തിയത് മോണ്ടെ കാസ്നോയിൽ വെച്ചാണ്. സന്യാസിമാർക്കുള്ള ഒരു നിയമമായി അറിയപ്പെട്ടിരുന്നുവെങ്കിലും യഥാർത്ഥ രാജാവായ കർത്താവായ ക്രിസ്തുവിനു വേണ്ടി യുദ്ധം ചെയ്യാൻ ആഗ്രഹിക്കുന്ന എല്ലാവരെയും ഇത് അഭിസംബോധന ചെയ്യുന്നു.